100 ഡേ ചലഞ്ചിലെ 45ാമത്തെ ദിവസമായി ഇന്ന് എന്നതും പോലെ കൊട്ടിയത്തെത്തി ആപ്പ് ഓൺലൈൻ ആക്കുമ്പോൾ തന്നെ നമുക്ക് റമീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യത്തെ ഓർഡർ അടിച്ചു. രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട് ബീനിലാണ് കേട്ടോ. അവിടെ ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ നിന്ന് 40-45 മിനിറ്റ് നിന്നിട്ട് ആ സാധനം കൈ കിട്ടിയില്ല. ഞാൻ ഫുഡ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ തന്നെ നെക്സ്റ്റ് ഓർഡർ അടിച്ചു. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് മന്തി മനസ്സിൽ നിന്നാണ്. മന്തിയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അങ്ങനെ സമയം 4:30 ആയപ്പോഴത്തേക്ക് നമുക്ക് 7 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഒരു 6:30 ആയപ്പം 10ാമത്തെ ഓർഡറായിട്ട് RP മാളിൽ നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയോ ഈ ഓർഡർ അടിച്ചത്? കൊട്ടിയത്തേക്ക്. വാവ്, അടിപൊളി. അങ്ങനെ കൊട്ടിയത്ത് നിന്ന് ഡെലിവറി ചെയ്തതാണ്ട് ഈ ലോഡ്ജിലാണ്, ഡ്രീംസ് മാളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ തന്നെ അടുത്ത ഓർഡർ അടിച്ചു. 15 കിലോമീറ്റർ ദൂരമുള്ള. ശബാഷ്, അടിപൊളി. ഇത് എടുക്കണോ വേണ്ട എന്നൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം എനിക്ക് നല്ല രീതിയിൽ ഉറപ്പാണ് 15 കിലോമീറ്റർ ഇപ്പോൾ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇതങ്ങ് പരവൂർ തെക്കുംഭാഗം കാപ്പിലാണ്. തിരിച്ചു വരപ്പോഴത്തേക്ക് 8:30 കഴിയും. ഞാൻ പിന്നെ എന്തായാലും ഓർഡർ അക്സെപ്റ്റ് ചെയ്തു. തിരിച്ചു വന്നപ്പം വിചാരിച്ച പോലെ തന്നെ 8:30 ആയിട്ടുണ്ട്. അങ്ങനെ 9 മണിക്ക് ഞാൻ ചെന്ന് പെട്ടത് ഷവർമ കിങ്ങിലാണ്. അവിടെ സാധനം റെഡി ആയിട്ടില്ല. 9:50 ആയപ്പോഴും സാധനം റെഡി ആയിട്ടില്ല. വീണ്ടും ശബാഷ്. എല്ലാ ദിവസവും രാത്രി 11 മണിയായപ്പോൾ എനിക്ക് ഫുള്ള് കിട്ടുന്നതാണ്. ഇന്ന് 12 മണി വരെ നിന്നിട്ട് എനിക്ക് കിട്ടിയത് 17 ഓർഡറാണ്. ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 1117ആണ്. ഇൻസെൻറ്റീവ് വെറും 184 രൂപയെ കിട്ടിയുള്ളൂ. കാരണം ഒരു 4 ഓർഡർ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൊരു 350 രൂപയും കൂടെ അധികം കിട്ടിയാണ്. അതിനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. നല്ല ഓർഡറുള്ള ദിവസമായിരുന്നു. പക്ഷേ ഞാൻ കുറേ ഹോട്ടലിൽ വെയിറ്റ് ചെയ്തു. പിന്നെ ഈ വെയിറ്റ് ചെയ്തില്ലാണ് കേട്ടോ പാളിയത്. വല്ലാത്ത വെയിറ്റിംഗ് ആയിപ്പോയി കേട്ടോ. പിന്നെ ആരുടെയൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല. എല്ലാവരുടെ അടുത്തും നന്ദി. ഇങ്ങനെയൊന്നും ഡിലേ ചെയ്യരുത് കേട്ടോ ഹോട്ടലുകാരത്ത്. എനിക്ക് അതേ പറയാനുള്ളൂ. സങ്കടമാണ് കേട്ടോ, സങ്കടം.